ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ മോറോ ആർക്കിന്റെ പാർട്ട് 4 കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് സ്റ്റോറിയിലേക്ക് തന്നെ പോകാം. വെജീറ്റ ഗാലിക് ഗൺ യൂസ് ചെയ്ത് മോറോയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. മോറോ ആ എനർജി അങ്ങനെ തന്നെ എടുത്ത് കഴിക്കും, അതായത് അബ്സോർബ് ചെയ്യും. ഇതേ സമയമായിരിക്കും വിസ് ഈ ഫൈറ്റ് ഒക്കെ കാണുന്നത്. വിസ് ഈ ഫൈറ്റ് കണ്ടുവിടാൻ തന്നെ ബിയറസിനോട് പറയും, നമുക്കൊന്ന് ന്യൂനാമക്കിലേക്ക് പോയാലോ, ന്യൂനാമക്കിലെ ലൈഫ് എനർജി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. ബിയറസ് പറയും, ആ പ്ലാനറ്റിൽ നല്ല ഫുഡും കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ആ പ്ലാനറ്റ് ഉണ്ടായാലും നശിച്ചാലും ഒരു കുഴപ്പമില്ല എന്ന രീതിയിൽ ബിയറസ് തൻ്റെ പണി നോക്കിപ്പോവും. പക്ഷേ വിസ് ആ ഫൈറ്റ് നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ആ ഫൈറ്റിൽ ഗോക്കു വെജീറ്റയും മോറോയോടൊപ്പം ഇതിനപ്പുറം ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ഇൻസ്റ്റന്റ് ട്രാൻസ്മിഷൻ ഉപയോഗിച്ച് ആ പ്ലാനറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷേ ഗോക്കുവിന്റെ പവർ ലെവൽ കുറവായതുകൊണ്ട് തന്നെ ഗോക്കുവിന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. ഇത് മുതലെടുത്ത് മോറോ ഇവരെ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ ഗോക്കുവിന്റെയും വെജീറ്റയുടെയും അവസാനത്തെ ലൈഫ് എനർജി മോറോ അബ്സോർബ് ചെയ്യുന്നു. അതോടുകൂടി രണ്ടുപേരും സ്പോട്ടിൽ മയങ്ങി വീഴുന്നു. ഈ സമയം മോറോ ഭയങ്കര യങ് ആയി നല്ല രീതിയിൽ പവർഫുൾ ആയിട്ട് മാറും. ഇതിന് കാരണം സയൻസിന്റെ എനർജി മറ്റുള്ള ഹ്യൂമൻസിനെയും ഏലിയൻസിനെയും വെച്ച് നോക്കുമ്പോൾ വളരെ കൂടുതലാണ്. ഇനി വേഗം ഡ്രാഗൺ ബോൾസ് കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് മോറോ ന്യൂ നാമക്കിന്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പോകുന്നു. ഈ ഡ്രാഗൺ ബോൾസ് ഒക്കെ ഒരു സ്ഥലത്ത് വെക്കാതെ ഓരോ ഡ്രാഗൺ ബോൾസും വേറെ വേറെ വില്ലേജിലാണ് ഈ നാമക്കിയൻസ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. അങ്ങനെ മോറോ ഓരോ വില്ലേജിലും പോയി ഡ്രാഗൺ ബോൾസ് കളക്ട് ചെയ്യുന്നു. അപ്പോഴേക്കും ഏകദേശം 3 ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും. ഈ സമയം തന്നെ എർത്തിൽ ബുൾമ ഗോക്കുവിനെയും വെജീറ്റയെയും കാണാത്തത് കൊണ്ട് ജാക്കോയുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ തന്നെ ഗോക്കുവും വെജീറ്റയും ന്യൂ നാമക്കിയൻസ് ഹീല് ചെയ്ത് പഴയതുപോലെയാണ്. അവിടെ ഉണ്ടായ ഒരു എൽഡർ നാമക്കിയൻ പറയും, മോറോ ഇപ്പോൾ 4 ഡ്രാഗൺ ബോളും കളക്ട് ചെയ്തു. ഈ സമയത്ത് ഗോക്കു പറയും, ഇനി മോറോയായിട്ട് ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല, ഇവിടെയുള്ള ഡ്രാഗൺ ബോൾസിനെ പ്രൊട്ടക്ട് ചെയ്യാം. മോറോന് 7 ഡ്രാഗൺ ബോൾസ് ഇല്ലാതെ വിഷ് ചെയ്യാൻ കഴിയില്ല. ഈ സമയം മിയറസിന് ഒരു ഇൻഫർമേഷൻ വരുന്നു. ബൂ ഉണർന്നു. അതുപോലെ തന്നെ ബൂവിന് ഇപ്പോൾ പഴയ ഗ്രാൻഡ് സുപ്രീം ഗായയുടെ മെമ്മറീസ് ഒക്കെ ഓർമ്മയുണ്ട്. ഇതേ സമയം ഗോക്കുവും വെജീറ്റയും എർത്തിലില്ല എന്ന കാര്യം ഡെൻഡയും പിക്കലേക്കും മനസ്സിലാവുന്നു. മോറോ ഇപ്പോൾ ന്യൂനാമക്ക് പ്ലാനറ്റിൽ ഡ്രാഗൺ ബോൾസ് കളക്ട് ചെയ്ത് ഇനി ഒരു ഡ്രാഗൺ ബോൾസ് മാത്രമേ കളക്ട് ചെയ്യാനുള്ളൂ. ആ ഒരു ഡ്രാഗൺ ബോൾ ആണെങ്കിൽ ഗോക്കുവും വെജീറ്റയും പ്രൊട്ടക്ട് ചെയ്യുകയാണ്. ഈ സമയം ഗോക്കു സെൻസ് ബീൻ എടുക്കാം എന്ന് വെച്ച് ഇൻസ്റ്റന്റ് ട്രാൻസിഷൻ ഉപയോഗിച്ച് എർത്തിലേക്ക് പോകാൻ ശ്രമിക്കും. പക്ഷേ എനർജി ഇല്ലാത്തതുകൊണ്ട് അതും നടക്കുന്നില്ല. ഈ സമയം മോറോ വില്ലേജിൽ എത്തിയെന്ന് ഗോക്കുവിനും വെജീറ്റയ്ക്കും മനസ്സിലാവുന്നു. എന്തുവന്നാലും ഈ ഡ്രാഗൺ ബോൾ മോറോ എടുക്കരുത് എന്ന് പറഞ്ഞ് രണ്ടും കൽപ്പിച്ച് മോറോയുടെ സ്പേസ്ഷിപ്പ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോക്കുവും വെജീറ്റയും. അങ്ങനെ ഇവർ മോറോയുടെ സ്പേസ്ഷിപ്പിന് അടുത്ത് എത്തുമ്പോഴേക്കും മിയറസ് അവിടെ കടന്നു വന്ന് മോറോയുടെ സ്പേസ്ഷിപ്പ് അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ മോറോയുടെ സ്പേസ്ഷിപ്പും തകർത്ത് മിയറസും മോറോയും തമ്മിൽ അവിടെ ഒരു ഫൈറ്റ് ഉണ്ടാകുന്നു. അങ്ങനെ ഈ ഫൈറ്റിനിടയിൽ മിയറസ് ഗാലക്റ്റിക് പെട്രോൾ ഫോഴ്സിലെ ഒരു സ്പെഷ്യൽ വെപ്പൺ വെച്ച് മോറോയെ ക്യാപ്ചർ ചെയ്യുന്നു. മോറോയിന് അതിന്റെ സീൽ വിട്ട് പുറത്തു പോകാൻ സാധിക്കുന്നില്ല. ഉടനെ മിയറസ് ജാക്കോവിനോട് പറയും, ബൂവിനെ റിലീസ് ചെയ്യും. ഇവരുടെ സ്പേസ്ഷിപ്പിൽ ഓൾറെഡി ബൂവിനെ കൊണ്ടുവന്നിട്ടുണ്ട്. കൂടാതെ ബൂവിന് ഗ്രാൻഡ് സുപ്രീം ഗായുടെ മെമ്മറീസും ഉണ്ട്. ഈ സമയം മോറോ പറയും, ഇത് ലോർഡ് ഓഫ് ലോഡ് അല്ലേ? ഈ സമയം ബൂ, നീ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സിനെ കൊന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് നിൽക്കും. അങ്ങനെ മോറോ അവസാനം മിയറസിന്റെ ട്രാപ്പിൽ നിന്നും പുറത്തു വരുന്നു. ഈ സമയം ബൂവും മോറോയും കൂടി ഫേസ് ടു ഫേസ് നോക്കി നിൽക്കുന്നു. അങ്ങനെ ഇവർ തമ്മിലൊരു ഫൈറ്റ് ഉണ്ടാകുന്നു. അങ്ങനെ ഇവർ തമ്മിലുള്ള ഫൈറ്റിൽ ബൂ ജയിക്കുന്നു. ബൂ മോറോയെ സീലിംഗ് ടെക്നിക് ഉപയോഗിച്ച് സീൽ ചെയ്യാൻ പോകുമ്പോഴേക്കും പെട്ടെന്ന് ക്ലൗഡ്സ് മുഴുവൻ ഡാർക്ക് ആകുന്നു. ഈ സമയം ഗോക്കുവിനും വെജീറ്റയ്ക്കും മനസ്സിലാകും, ഡ്രാഗൺ ബോൾ വിഷ് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ഉണ്ടാകുന്നതെന്ന്. ഇതേ സമയം ആദ്യം പറഞ്ഞ മോറോയുടെ കൂടെ ഉണ്ടായ ഫീസ ഫോഴ്സിലെ മെമ്പർ 7 ഡ്രാഗൺ ബോളും കളക്ട് ചെയ്ത് ഒരു നാമക്കിന്റെ ഹെൽപ്പ് മൂലം ഡ്രാഗൺ ബോൾ വിഷ് ചെയ്യുന്നു. ആ ഫ്രീസ ഫോഴ്സിലെ മെമ്പർ ആദ്യം തന്നെ തൻ്റെ ബോഡി ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് വിഷ് ചെയ്യുന്നു. ഗോക്കുവും വെജീറ്റയും ഇത് ഉടൻ തന്നെ നിർത്തണം എന്ന് പറഞ്ഞ് ഡ്രാഗൺ ബോൾ വിഷ് ചെയ്ത ഡയറക്ഷനിലേക്ക് പോകും. അങ്ങനെ ആ ഫ്രീസ ഫോഴ്സ് മെമ്പർ രണ്ടാമത്തെ വിഷ് ചോദിക്കാൻ പോകുമ്പോഴേക്കും മോറോ ടെലിപ്പതി വെച്ച് എൻ്റെ എല്ലാ മാജിക്കൽ പവറും റീസ്റ്റോർ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ ഇത് പ്രകാരം വിഷ് ചെയ്യുന്നു. ഇപ്പോൾ മോറോയുടെ പവർ പഴയതുപോലെയാകുന്നു. 10 മില്യൺ വർഷത്തിന് മുൻപ് എങ്ങനെയാണോ മോറോ ഉണ്ടായത് അതുപോലെ പവർ ഫുള്ളായി എല്ലാവരും മോറോയുടെ പവർ കണ്ട് ഷോക്കായി പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.